ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം ഞാൻ പോലും വിചാരിക്കാത്ത നേരത്ത് നമുക്ക് കിട്ടിയൊരു ചെറിയൊരു ഓർഡറാണത്. പ്രതീക്ഷിക്കാതെ കിട്ടുക എന്ന് പറയില്ലേ, നമ്മളൊരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിക്കൊണ്ടാട്ടമാണ് കേട്ടോ. അരിക്കൊണ്ടാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഈ വേനൽക്കാലങ്ങളിൽ നമ്മളെപ്പോഴും ഉണ്ടാക്കി വെക്കാറുള്ളൊരു സംഭവം തന്നെയാണ്. കാരണം മഴക്കാലത്തൊക്കെ നമുക്കൊരു കഞ്ഞിയുടെ ഒപ്പമോ ചോറിൻ്റെ ഒപ്പമോ ചായക്കോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. വളരെ ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പിയാണ്. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് വെക്കേഷൻ അല്ലെങ്കിൽ ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ പലപ്പോഴും ചെയ്ത് വെക്കാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓരോ തിരക്കുകൾ കാരണം അതിങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം കുറച്ച് ദിവസങ്ങളിൽ എക്സാമിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ ഉടനെ വിഷുവായി. അപ്പോൾ അതിൻ്റെ തിരക്കുകൾ. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇനി 28-ാം തീയതി മുതൽ വാല്യുവേഷൻ ക്യാമ്പ് ഉണ്ട്. പക്ഷേ അതിനിടയിൽ കിട്ടുന്ന ഒരു ഗ്യാപ്പിൽ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ എനിക്കൊരു വിളി വന്നത്. അതായത് എന്താണ്, നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെയാണ് എന്നോട് പറഞ്ഞത്. ആരെങ്കിലും അരിക്കൊണ്ടാട്ടം ഉണ്ടാക്കുന്ന ആളുകളെ അറിയുമോ എന്നുള്ളത് ചോദിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ആർക്കാണ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പം എൻ്റെ തന്നെ വേറൊരു ഫ്രണ്ടിനായിരുന്നു. അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരാൾക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ചോദിച്ചു, കടകളിൽ ഇഷ്ടം പോലെ കിട്ടുന്നതല്ലേ, അപ്പോൾ പിന്നെ എന്തിനാ ഉണ്ടാക്കി തരുന്നത് തന്നെ ചോദിക്കുന്നത് ചോദിച്ചപ്പം അവർ പറഞ്ഞത് അല്ല, വീട്ടിലുണ്ടാക്കുന്നതാകുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കുമല്ലോ, പിന്നെ കൊണ്ടാട്ട മുളകൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കറിയാമല്ലോ, എല്ലാവരും കടയിൽ നിന്ന് വാങ്ങിക്കണ മുളകെന്ന് പറഞ്ഞാൽ ഭയങ്കര ഉപ്പായിരിക്കും. ഒരുപാട് കാലം അത് നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ്, കേടൊന്നും കൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്രമാത്രം ഉപ്പൊക്കെ വെക്കുന്നത്. അപ്പോൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഇത്ര ഉപ്പൊന്നും ഇട്ടിട്ടല്ലല്ലോ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഈ മടി പിടിച്ചിരിക്കലും ഈ ഒരു ചോദ്യം കൂടി കേട്ടപ്പം സത്യത്തിൽ ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ ഉണ്ടാക്കിയാൽ മതിയോ. കാരണം നമ്മൾ വീട്ടിലൊക്കെ വേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനിടെ കൊടുക്കാനായിട്ടൊന്നും അങ്ങനെ ആരും ഓർഡർ തരില്ലെങ്കിൽ നമ്മളങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു കാര്യം വന്നപ്പം ഞാൻ പറഞ്ഞു എന്തായാലും വെറുതെ ഇരിക്കല്ലേ, ഒരുപാടൊന്നും എനിക്ക് ഉണ്ടാക്കി തരാൻ പറ്റില്ല, അവർക്കും അത്രയൊന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒരു കിലോ അല്ലെങ്കിൽ അര കിലോ 1 കിലോ അത്രയ്ക്ക് തന്നെ വേണ്ടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ശരി, ഞാൻ എന്തായാലും നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പരിപാടി ചെയ്തത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ കോള് വന്ന ആ ദിവസം തന്നെ 6 നാഴി അരി ഇട്ടിട്ട് ഉണ്ടാക്കിയൊരു സംഭവമാണ്. അപ്പോഴേക്കും ഷീറ്റൊക്കെ ഇങ്ങനെ കൈവശം ഉണ്ടായിരുന്നു, കുറച്ചൊക്കെ മുന്നേ ചെയ്തതിൻ്റെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഒരു രാത്രി കൊണ്ടാണ് ഈ ഒരു ചടപടേന്നായിരുന്നു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. തലേദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചു, അരിയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ അരച്ചെടുത്ത് വേഗം മാവൊക്കെ നമ്മളിങ്ങനെ നൂൽപുട്ടിനൊക്കെ ആക്കുന്ന പോലെ തന്നെ ആ പരുവത്തിലാക്കി വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് രാവിലെ തന്നെ എന്ത് ചെയ്തു, ഒരു ഏകദേശം 9 മണിക്കൊക്കെ പരിപാടി തുടങ്ങിയുള്ളൂ. അതിങ്ങനെ മാവൊക്കെ നന്നായിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടി 9 മണി, ഒരു 9:15 9:30 ആകുമ്പോൾ കംപ്ലീറ്റ് പണി കഴിഞ്ഞ് വേഗം ഇതൊക്കെ വിരിക്കലും പീച്ചലും എല്ലാം പിടിയൽ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറാണ് ഇപ്പോൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ എങ്ങനെയുണ്ട് കൊണ്ടാട്ടം, ഉണങ്ങി കിട്ടിയോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വന്ന് നോക്കിയത്. അപ്പോൾ നമുക്ക് 2 ഷീറ്റിലായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഷീറ്റിലത്തെ അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ഈ കൊണ്ടാട്ടം കാണുമ്പോൾ ചില ഭാഗത്തൊക്കെ വെളുത്ത ഭാഗങ്ങൾ കാണുന്നില്ലേ, അപ്പോൾ അവിടെയൊക്കെയാണ് കുറച്ച് തിക്ക് കൂടിയ ഭാഗങ്ങൾ, അവിടെയാണ് ഒന്നും കൂടി നന്നായിട്ട് ഉണങ്ങേണ്ടതൊക്കെ ഉള്ളത്. അപ്പോൾ നാളത്തെ ഒരു ദിവസത്തെ വെയിലും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കൊണ്ടാട്ടത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് വിചാരിക്കാത്ത നേരത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഇത് കാണുമ്പോൾ അല്ലെങ്കിൽ ഇത് അറിയുമ്പോഴൊക്കെ ചോദിക്കും ഞങ്ങൾക്കൊക്കെ ഉണ്ടാക്കി തരുമോ അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷേ നമുക്ക് അതിന് മാത്രമുള്ള, അല്ലെങ്കിൽ നമ്മളങ്ങനെ ചിന്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിന് മാത്രമുള്ളൊരു സമയമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് കൊണ്ടാട്ടത്തിൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യത്തെ ദിവസം. അപ്പോൾ പിന്നെ അവർ പറഞ്ഞത് മുളക് കൊണ്ടാട്ടമായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് മതി എന്ന് പറഞ്ഞപ്പം ഒരു അര കിലോ മുളകും വാങ്ങി. അതേപോലെ തന്നെ അപ്പോഴാണ് പയറൊക്കെ അവിടെ ഇരിക്കുന്നത് കണ്ടത്. എന്നാൽ ശരി, വീട്ടിലേക്ക് എന്തായാലും കുറച്ച് പയർ കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കാമല്ലോ വിചാരിച്ച് 1 കിലോ പയറും വാങ്ങി. അപ്പോൾ മുളകൊക്കെ കുറച്ച് മതി പറഞ്ഞിട്ട് അര കിലോ മുളകേ വാങ്ങിയുള്ളൂ. അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് നമ്മൾ അടുത്ത പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ ഇനി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം.
പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം വേനൽക്കാലത്താണല്ലോ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. കേരളത്തിനെ സംബന്ധിച്ചോളം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മഴ സീസൺ പറഞ്ഞൊരു സീസൺ ഇല്ലാതെയായി. കാരണം മഴ പെയ്യുന്നതൊക്കെ അസ്ഥാനത്താണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമയങ്ങളിലായിരിക്കും. അതും പെയ്യുമ്പോൾ ഒന്നിച്ച് കൊട്ടിച്ചൊരിയുന്നൊരു മഴയും. പിന്നെ എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഇപ്പോൾ ഏറ്റവും കൂടുതൽ എന്താണ് നമുക്ക് വേനൽക്കാലമാണ് കൂടുതൽ. മഴക്കാലം ആകെ പേരിന് മാത്രം, അല്ലെങ്കിൽ നമ്മൾ പണ്ട് പറഞ്ഞ പോലെ ആ ഒരു കാലവർഷമോ അതല്ലെങ്കിൽ ഒരു കർക്കിടക മഴയോ അതല്ലെങ്കിൽ തുലാവർഷമോ അങ്ങനത്തെ ഒന്നും നമുക്ക് ശരിക്കും പണ്ടത്തെ ആ ഒരു കണക്ക് പ്രകാരം കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും നല്ലൊരു ചെറിയ രീതിയിലൊരു ബിസിനസ് പോലെ ആക്കാൻ പറ്റുന്നൊരു കാര്യം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അത്യാവശ്യത്തിന് പുളിച്ച തൈര് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. ആകെ കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ തൈരും ഉപ്പും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ അടിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. തൽക്കാലം ഞാൻ അങ്ങനെ ഒന്ന് അടിച്ച് മാറ്റി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ നമ്മൾ വാങ്ങുന്ന മുളക് കൊണ്ടാട്ടത്തിൻ്റെ ഉള്ളിലൊക്കെ അവർ ഉപ്പ് നന്നായിട്ട് തിരുകിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അതിങ്ങനെ നമുക്ക് വായിൽ വെക്കുമ്പോൾ തന്നെ അത്രത്തോളം ഉപ്പുള്ളത്. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് അങ്ങനെയൊന്നും ഉപ്പ് അതിൻ്റെ ഉള്ളിലേക്കൊന്നും തേച്ച് വെക്കാറില്ല. പകരം എന്താണ് ഒരിത്തിരി മുന്തി നിൽക്കണം ഉപ്പ്, പുളിയും തൈരിൻ്റെ പുളിനെക്കാട്ടിലും. എന്നാലാണ് അത് മുളകിലേക്കൊക്കെ പിടിക്കുമ്പം കറക്റ്റായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കീറി കൊടുക്കുക. അതല്ലെങ്കിൽ ഒരു ഡോട്ട് പോലെ ഒരു ലേശം ഒന്ന് കീറിയാലും മതിയാവും. അല്ലാണ്ട് ഫുള്ളായിട്ട് നെടുകെ കീറിയിട്ട് ഇടരുത്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ആദ്യത്തെ പണി ചെയ്തത്. പിന്നെയാണ് തോന്നിയത് ഇനിയിപ്പോൾ ഇങ്ങനെ നീളത്തിൽ കീറണമെന്നില്ല, ജസ്റ്റ് നമുക്കൊരു ഫോർക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ പിടിക്കും. ഇനി വേണമെങ്കിൽ നമുക്കിതിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് വേണമെങ്കിലും കുത്തി കൊടുക്കാം. ഒരു സൈഡിലും കുത്തുക, വേറൊരു ഓപ്പോസിറ്റ് സൈഡിലും വേണമെങ്കിൽ കുത്തി കൊടുക്കാം. അപ്പോൾ അത് എങ്ങനെയായാലും വിഷയമില്ല. നമ്മൾ എന്തിനു വേണ്ടി അത് ചെയ്യുന്നത്? തൈരിൻ്റെ പുളിയും ഉപ്പൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് 1/2 കിലോ മുളകും കഴുകി വൃത്തിയാക്കി ഇങ്ങനെ ഹോളുകളാക്കിയിട്ട് അതിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് കേട്ടോ ഞാൻ ലേശം വെള്ളം ചേർത്തത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, വളരെ കുറച്ചാണ്. അപ്പോൾ എപ്പോഴും കൊണ്ടാട്ട മുളക് ഉണ്ടാക്കുന്ന സമയത്ത് മുളകിൻ്റെ മുകളിലൊന്നും തൈര് നിൽക്കണം എന്നില്ല, പക്ഷേ അതിൻ്റെ തൊട്ട് താഴെ ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ തൈര് ഇപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് രാത്രിയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് മുഴുവൻ രാത്രി ആ തൈരിൽ കിടന്നു കഴിഞ്ഞാൽ രാവിലെ നമുക്ക് എണീറ്റ വശം തന്നെ എന്ത് ചെയ്യാം, നന്നായിട്ട് ആ തൈരിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് മുളക് നന്നായിട്ട് ഉണക്കിയെടുക്കാൻ പറ്റും. പിന്നെയും അന്നത്തെ ദിവസം നമുക്ക് ഉണക്കിയെടുത്ത് വീണ്ടും ഈ തൈരിൽ തന്നെ ഇടുക. അങ്ങനെ ഈ തൈര് കംപ്ലീറ്റ് ആവുന്നവരെ അതിലിട്ട് വെക്കുക, നന്നായിട്ട് ഇളക്കുക. അപ്പോഴൊക്കെ ലേശം ഉപ്പുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് ഉണക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ മുളക് ഉണങ്ങി കഴിഞ്ഞാൽ ഈ പരിപാടി കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. നമ്മളെടുത്ത തൈര് കംപ്ലീറ്റ് ആവുന്ന വരയ്ക്ക് ഇത് വീണ്ടും വീണ്ടും ഉണക്കുക. വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും ആ തൈരിലേക്ക് ഇട്ട് വെക്കുക. കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്താണോ എടുത്തത് അതേ തൈര് കഴിയുന്ന വരെ, കാരണം അത് ഫുള്ളായിട്ട് അതിലേക്ക് പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ ഒരു 2-3 ദിവസമൊക്കെ എന്തായാലും എടുക്കും. അതും നല്ല വെയിലുള്ള സമയമൊക്കെ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് എടുത്ത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ പറ്റുന്ന ആളുകളൊക്കെ അതുപോലെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ആവശ്യക്കാർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചാൽ നല്ലൊരു കാര്യമാണത്. അപ്പോൾ ഇതൊക്കെയാണ് മുളകിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. ഏതൊരാൾക്കും ഒറ്റയ്ക്കും അതേപോലെ തന്നെ കൂട്ടമായിട്ടും ചെറിയൊരു മുതൽ മുടക്കിൽ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിഭവങ്ങൾ കൂടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. നമ്മളത് ബിസിനസ്സായി മുന്നോട്ട് പോവുകയാണെന്ന് വെച്ചാൽ അതിന് ഒരു ലൈസൻസ് എടുക്കേണ്ടതുണ്ട്, FSSAI നമ്പർ എടുക്കണം. അതൊക്കെ നമുക്ക് ഒരാഴ്ചയുള്ളിൽ തന്നെ വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ചിലവിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ മുന്നത്തെ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ പയറൊക്കെ നന്നായിട്ടൊരു 3-4 വട്ടം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പയറിൻ്റെ തലയും വാലും കളയാൻ നമ്മൾ പറയുക. അതായത് 2 അറ്റങ്ങളുള്ള ആ ഭാഗം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഇങ്ങനെ ഓരോ പയറെടുത്ത് തന്നെ ചെയ്യും. ഒന്നിച്ച് ചെയ്തുകൂടെ വിചാരിക്കും, പക്ഷേ നമുക്കതിൽ കേടുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല. അപ്പോൾ ഓരോന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമ്മളങ്ങനെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അത് ഫുള്ളായിട്ട് ആ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇനി അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്, കുറച്ച് പയറെടുത്തിട്ട് ഇതേപോലെ ഒരേ നീളത്തിലാണത് അരിഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അരിഞ്ഞ് മാത്രം വെക്കുക. ഇതൊക്കെ തലേ ദിവസം രാത്രി നമുക്ക് ചെയ്ത് വെച്ചാൽ രാവിലെ ഇനി കുറച്ച് വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും വേണമെങ്കിൽ ഇത്തിരി മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് അല്ലെങ്കിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ തന്നെ പയർ പകുതിയോളം വെന്തിട്ടുണ്ടാവും. പിന്നെ അതേപോലെ ഉണക്കിയെടുക്കുക എന്നുള്ള പണി മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാനിത് മുഴുവനായിട്ടൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് അരിയുന്നത് കാണേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ മുഴുവനായിട്ട് ഇതൊന്ന് നമ്മൾ നുറുക്കിയെടുത്ത് വെച്ചതാണ് കേട്ടോ. അത് അത്രയാണ് ഉള്ളത്, 1 കിലോ പയർ. അപ്പോൾ ഏകദേശം ഒരേ വലിപ്പത്തിലാണത് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഇതും തലേദിവസം രാത്രി തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.